നിലമ്പൂർ ഏറ്റവും നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടിംഗിലേക്ക് കടക്കുകയാണ്, പോളിംഗിലേക്ക് കടക്കുകയാണ്. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ വോട്ടർ ഇതിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ശ്രീജ, ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളം കാത്തിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടം, അതിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വോട്ടർ വോട്ട് ചെയ്ത് ഈ ബൂത്തിലെ ആദ്യ വോട്ടർ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു സ്ത്രീയാണ്. വോട്ട് ചെയ്തല്ലേ? ഫസ്റ്റ് വോട്ട് ഇവിടെ ചെയ്തു. എങ്ങനെയുണ്ട്? എല്ലാ തവണയും ചെയ്യാറുണ്ടോ? മത്സരമൊക്കെ എങ്ങനെ? നല്ല മത്സരമല്ലേ ഇവിടെ? നേരത്തെ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകണം. ജോലിയുണ്ടോ അല്ലേ? നേരത്തെ മഴയ്ക്ക് മുമ്പ് ഏതായാലും ആദ്യത്തെ ബൂത്തിലെ ആദ്യത്തെ വോട്ട് ചെയ്ത് ഒരു അമ്മ പുറത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഏറ്റവും ശക്തമായ ഒരു ത്രികോണ പോരാട്ടമെന്നോ അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ പോരാട്ടമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ ഒരുക്കങ്ങളും ഇവിടെയുണ്ട്. ഈ വോട്ടർമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാനുള്ള കൗണ്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഈ വളരെയധികം വനമേഖല ഉൾപ്പെടുന്ന മണ്ഡലമാണ്. നിരവധി നഗറുകൾ, അതായത് ഉന്നതികളുള്ള മണ്ഡലമാണ്. അവിടെ ആ വോട്ടർമാർക്കൊക്കെ എത്താനുള്ള, അവരെ പൂർണ്ണമായും വോട്ടെടുപ്പിന്റെ ഭാഗമാക്കാനുള്ള സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് ഒരുക്കിയിരുന്നു. പരമാവധി വോട്ട് പോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇവിടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ വോട്ടർമാർക്ക് കൃത്യമായി അവരുടെ ബൂത്ത് കണ്ടുപിടിക്കാനും അവരുടെ ക്രമ നമ്പർ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ആ ക്രമീകരണങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഓരോ വോട്ടും തങ്ങളുടെ വോട്ടുകളാക്കി മാറ്റി ആ വോട്ടുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വലിയ പോളിംഗിലേക്ക് ഒരുപക്ഷെ നിലമ്പൂർ പോയേക്കാം. എന്തായാലും ആദ്യത്തെ ദൃശ്യങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. മാങ്കുത്ത് സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. അവിടെ അത്യാവശ്യം നല്ലൊരു തിരക്ക്. ഈ 7 മണിക്ക് ആദ്യ ഘട്ടം, വോട്ടിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാവുമ്പോൾ പോലും സ്ത്രീകളും പ്രായമായവരും അടക്കം നല്ല ഒരു തിരക്ക് കാണുന്നുണ്ട്. ഇത് ഈ ദിവസം മുഴുവൻ നീണ്ടു നിന്നാൽ ഒരു പക്ഷേ മുന്നണികൾക്കത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. വീട്ടിക്കുത്ത് LP സ്കൂളിൽ അനുമോദുണ്ട്. അനുമോദ്, ഇപ്പോൾ നമ്മൾ അരുണുള്ള സ്കൂളിൽ കാണുന്നത് നല്ല തിരക്കുണ്ട്, അത്യാവശ്യം വലിയ ക്യൂ, ഇപ്പോൾ തന്നെ ക്യൂ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? ശ്രീജ, വീട്ടിക്കുത്ത് സ്കൂളിലും സമാനമായ കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് വോട്ടർമാരൊക്കെ എത്തി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോഴിതാ ഇവിടെ വരി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ജനാധിപത്യത്തിൽ അവരെ അടയാളപ്പെടുത്തുവാൻ അവരൊക്കെ നേരത്തെ തന്നെ ഈ മഞ്ഞും മഴയും തണുപ്പും ഒക്കെ അവഗണിച്ച് ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് രാഷ്ട്രീയ മുന്നണികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. നേരത്തെ തന്നെ ഈ പോളിംഗ് ശതമാനം കുറയുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാവിലെ ഇത്രയും തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നിൽക്കുന്നത് വീട്ടുകുത്തിലെ 184 നമ്പർ ബൂത്തിലാണ്. അരുൺ ഷൗക്കത്ത് ഇവിടേക്കാണ് വോട്ട് ചെയ്യാൻ അദ്ദേഹം എത്തിച്ചേരുക. അദ്ദേഹം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ 4 ബൂത്തുകൾ വേറെയുമുണ്ട് ഈ സ്കൂളിൽ. അവിടെയൊക്കെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഇത് ഒരു നിലമ്പൂരിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിലമ്പൂരിൽ നല്ല പോളിംഗ് ഈ ദിവസം ഉണ്ടാകുമെന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, കേവലം 11 മാസം മാത്രം കാലാവധിയുള്ള ഒരു നിയമസഭയിലേക്കാണ് എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ലഭിക്കുന്ന അവസരം അത് ഫലപ്രദമായിട്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാണാം, വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന പ്രായമായവരൊക്കെ അതിരാവിലെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അമ്മ വോട്ട് ചെയ്തല്ലോ അല്ലേ? എല്ലാ തെരഞ്ഞെടുപ്പിലും ആദ്യം തന്നെ മണിക്കൂറിൽ വരാറുണ്ടോ? കുറച്ച് നേരത്തെ വരും.